രാജ്യത്ത് നല്ല രീതിയിലുള്ള വിമർശനങ്ങളില്ലെന്നും വിമർശനങ്ങൾ മൂർച്ചയുള്ളതും വിവരങ്ങൾ നൽകുന്നതുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനാധിപത്യം നിങ്ങളുടെ സിരകളിൽ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ വിമർശനങ്ങളെ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. അമേരിക്കൻ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനും പോഡ്കാസ്റ്ററുമായ അലക്സ് ഫ്രിഡ്മാന്റെ ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മോദി. വിമർശനമാണ് ജനാധിപത്യത്തിന്റെ ആത്മാവെന്ന് താൻ ശക്തമായി വിശ്വസിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. യഥാർത്ഥ വിമർശനം കണ്ടെത്താൻ ഇക്കാലത്ത് പ്രയാസമാണ്. ഇന്നത്തെ കാലത്തുള്ളത് യഥാർത്ഥ വിമർശനമല്ല എന്നതാണ് തന്റെ പരാതിയെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. വിമർശനവും ആരോപണങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും മോദി ചൂണ്ടിക്കാട്ടി. യഥാർത്ഥ വിമർശനത്തിന് സമഗ്രമായ പഠനവും ആഴത്തിലുള്ള ഗവേഷണവും സൂക്ഷ്മമായ വിശകലനവും ആവശ്യമാണ്. അസത്യങ്ങളിൽ നിന്ന് സത്യം കണ്ടെത്താനാണ് അത് ആവശ്യപ്പെടുന്നത്. ആരോപണങ്ങൾ ആർക്കും ഗുണം ചെയ്യില്ല. അത് അനാവശ്യ സംഘർഷങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നിലവിൽ ഇന്ത്യയിൽ അതുതന്നെയാണ് സംഭവിക്കുന്നത്. അനാവശ്യമായ ആരോപണങ്ങളല്ലാതെ ആവശ്യമായ വിമർശനങ്ങൾ ഇതുവരെ ഭാരതത്തിൽ ഒരു പാർട്ടിയും ജനങ്ങളും ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ BJPക്ക് തുടർഭരണം ലഭിച്ചത്. താൻ എപ്പോഴും വിമർശനങ്ങളെ തുറന്ന് സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്. തെറ്റായ ആരോപണങ്ങൾ വരുമ്പോഴെല്ലാം ശാന്തമായി സ്വന്തം രാജ്യത്തെ സേവിക്കുന്നത് പൂർണ്ണ സമർപ്പണത്തോടെയാണെന്നും മോദി കൂട്ടിച്ചേർത്തു. ഇന്ത്യയെ ഭാരതം എന്ന് ലോകത്തിൽ അറിയപ്പെടാൻ താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയുള്ള തലമുറയിൽ രാജ്യം ഭാരതം എന്ന പേരിൽ ലോകം മുഴുവൻ ഹിന്ദു രാഷ്ട്രമായി അറിയപ്പെടണം. ജീവിതത്തെ ക്ഷമയോടെ നേരിടണമെന്നാണ് ഇന്നത്തെ യുവാക്കളോട് തനിക്ക് പറയാനുള്ളത്. RSS യുവാക്കൾ ഏറ്റെടുക്കണം. താൻ RSSൽ നിന്നും ജീവിതത്തിലെ സത്യവും മൂല്യങ്ങളും പഠിച്ചു. RSSലൂടെ ഞാനൊരു ലക്ഷ്യബോധമുള്ള ജീവിതം കണ്ടെത്തി. യുവാക്കൾ RSS ഏറ്റെടുക്കുന്നതിലൂടെ രാജ്യം ഭാരതമായി മാറും. തനിക്ക് RSSലൂടെ പ്രധാനമന്ത്രിയാകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ യുവതലമുറയ്ക്ക് നേടിയെടുക്കാൻ RSS കാരണമാകും. രാജ്യത്തിനു വേണ്ടി സമർപ്പണ ബോധമുള്ളവരാകാൻ ആളുകളെ പ്രചോദിപ്പിച്ചതിന് RSSനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചിരുന്നു. BJPയിലേക്ക് മാറുന്നതിന് മുമ്പ് മുൻ RSS പ്രചാരകനായിരുന്ന പ്രധാനമന്ത്രി മോദി ഗുജറാത്തിലെ തന്റെ വീടിനടുത്തുള്ള ശാഖയിൽ ആലപിക്കുന്ന ദേശഭക്തി ഗാനങ്ങൾ തന്നെ ആഴത്തിൽ സ്പർശിച്ചതായും പറയുന്നു. 100 വർഷ യാത്രയിൽ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു അന്വേഷകന്റെ സമർപ്പണത്തോടെയാണ് ഹിന്ദുത്വ സംഘടന അതിന്റെ ലക്ഷ്യത്തിനായി സ്വയം സമർപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. RSS പോലെ വലിയൊരു സന്നദ്ധ സംഘടന ലോകത്തിലുണ്ടെന്ന് ഞാൻ കേട്ടിട്ടില്ല. രാജ്യമാണ് പരമോന്നതമെന്നും ജനങ്ങളെ സേവിക്കുന്നത് ദൈവത്തെ സേവിക്കുന്നത് പോലെയാണെന്നും RSS മോദിയെ പഠിപ്പിച്ചു എന്നും അദ്ദേഹം പറയുന്നു. ഇത്രയും പവിത്രമായ ഒരു സംഘടനയിൽ നിന്ന് മൂല്യങ്ങൾ ലഭിച്ചതിൽ താൻ ഭാഗ്യവാനാണെന്നും മോദി കരുതുന്നുണ്ട്. മറ്റുള്ളവരുമായി ഇടപഴകാൻ വേണ്ടി ഒന്നിക്കാൻ ഇടതുപക്ഷ യൂണിയനുകൾ തൊഴിലാളികളോട് ആവശ്യപ്പെടുമ്പോൾ RSSൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട തൊഴിലാളികൾ യൂണിയൻ ലോകത്തെ ഒന്നിപ്പിക്കാൻ തൊഴിലാളികളോട് ആവശ്യപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. മറ്റുള്ളവരുമായി ഇടപഴകാൻ വേണ്ടി ഒന്നിക്കാൻ ഇടതുപക്ഷ യൂണിയനുകൾ തൊഴിലാളികളോട് ആവശ്യപ്പെടുമ്പോൾ RSSൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട തൊഴിലാളി യൂണിയൻ ലോകത്തെ ഒന്നിപ്പിക്കാൻ തൊഴിലാളികളോട് ആവശ്യപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. RSS എനിക്ക് ശക്തമായ ഒരു ആത്മീയ അടിത്തറ നൽകി. ഞാൻ അച്ചടക്കവും ലക്ഷ്യബോധമുള്ള ജീവിതം കണ്ടെത്തി. സന്യാസിമാരുടെ മാർഗനിർദ്ദേശനത്തിലൂടെ എനിക്ക് ആത്മീയ അടിത്തറ ലഭിച്ചു. സ്വാമി ആത്മസ്ഥാനന്ദയും അദ്ദേഹത്തെ പോലുള്ള മറ്റുള്ളവരും എന്റെ യാത്രയിലുടനീളം എന്നെ കൈപ്പിടിച്ചിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും എന്നെ നിരന്തരം നയിച്ചത് RSS തന്ന മൂല്യങ്ങൾ തന്നെയായിരുന്നു. രാമകൃഷ്ണ മിഷന്റെയും സ്വാമി വിവേകാനന്ദന്റെയും പഠനങ്ങളും RSSന്റെ സേവനാധിഷ്ഠിത തത്വചിന്തകളും എന്നെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്നും മോദി പറയുന്നു. മോദി എന്ന പേരിലുള്ള ഇന്ത്യൻ ജനതയ്ക്കാണ് താൻ പ്രാധാന്യം നൽകുന്നത്. സ്ത്രീകളായാലും യുവാക്കളായാലും തൊഴിലാളികളായാലും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും RSS എന്ന സംഘടന ഒരു പങ്കുവഹിച്ചിട്ടുണ്ടെന്നും മോദി വ്യക്തമാക്കി. രാജ്യമാണ് എനിക്കെല്ലാം, രാജ്യമാണ് തന്റെ ഹൈക്കമാൻഡ് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു.